ഗോകുല, ഏത് സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഒരു പരാതി കൊടുക്കുക എന്ന നീക്കത്തിലേക്ക് എത്തിയത്? കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഏകദേശം ഒരു 2-3 മാസത്തോളമായിട്ട് ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റിലെ എംപിയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയെ നിരന്തരമായിട്ട് പല ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ ഇവിടുത്തെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തെ കാണാനില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന രീതിയിലേക്ക് എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇവര് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ പോലും മറുപടി വരുന്നത് ഇവരെവിടെയാണ് അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയർ കൂടിയായിട്ടുള്ളൊരു തൃശ്ശൂർ മേയർ ഈ പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുത അലങ്കാര പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഈ പറയുന്ന നമ്മുടെ സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഈ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലൊരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി, തൃശ്ശൂർ മേയർ എന്ന് പറയുന്ന ആള് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും തൃശ്ശൂരിലെ MP കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇദ്ദേഹം ഈ പറയുന്ന മറ്റൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ എത്തിയിട്ടുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള K. രാജനെ കൊണ്ട് ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അപ്പോ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രിക്ക് പോലും ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ ലഭ്യമല്ല, അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇന്നിപ്പോ നമ്മൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടപ്പോ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു മെത്രാന്റെ ഒരു പ്രസ്താവന കൂടി വന്നിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ പറയുന്ന ഒരു MP കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം ഈ പറയുന്ന MP ഓഫീസിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മൾ ഇദ്ദേഹത്തെ MP ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ MP ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ PA പോലും, അതായത് ഓഫീസ് സ്റ്റാഫിന് പോലും അറിയില്ല എവിടെയാണ് ഇദ്ദേഹം ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇദ്ദേഹം എന്നുള്ളത് അറിയാത്ത ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തില് ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതിപ്പോ പറയാൻ പറ്റില്ല. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ വീരപ്പൻ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. സിനിമാ നടന്മാരെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതേപോലെ ഇദ്ദേഹത്തെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ എന്താണ് അപകടം, നമ്മുടെ ജനപ്രതിനിധി ആയിട്ടുള്ള ഒരു MP എന്ത് പറ്റി, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം. ഇത് ഈ സുരേഷ് ഗോപി MP മണ്ഡലത്തിൽ പൂർണ്ണമായും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടോ? അതെ, ഇത് ഇപ്പൊ കഴിഞ്ഞ ഏകദേശം 2-3 മാസക്കാലങ്ങളായിട്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ തീർത്തും അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഛത്തീസ്ഗഡിലെ ഈ 2 കന്യാസ്ത്രീകളെ വ്യാജ മതമാറ്റ പ്രക്രിയയിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തില് ഈ പറയുന്ന 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന പോലും, അപ്പോൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലേക്കും ക്രിസ്മസിന്റെ തലേ ദിവസം കേക്കുമായി ചെന്ന് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു പ്രക്രിയയൊക്കെ നമ്മൾ കണ്ടതാണ്. അതേപോലെ ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുക, സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞ് ചെമ്പ് കിരീടം കൊടുത്തു. പിന്നെ അത് വീണ്ടും വിവാദമായപ്പോ സ്വർണ്ണ കിരീടം കൊടുക്കുന്നു, മുട്ടിലഴഞ്ഞ് പള്ളികളിൽ ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ക്യാൻവാസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഈ പറയുന്ന രീതിയിൽ വേട്ടയാടുന്ന രീതിയിലേക്ക് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ മുന്നോട്ട് പോയപ്പോൾ, ഒരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ പോലും ഈ പറയുന്ന തൃശ്ശൂരിന്റെ MP കേന്ദ്ര സഹമന്ത്രിയായിട്ട് സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വിരോധാഭാസമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് എടുക്കാനായിട്ട് മാധ്യമങ്ങളിൽ ചെന്ന സമയത്ത് പണ്ടത്തെ മറ്റേ ഭരത്ചന്ദ്രൻ IPS ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇദ്ദേഹം മാധ്യമ സുഹൃത്തുക്കളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പോലീസിനെ ഉപയോഗിച്ച് അവരെ വഴി മാറ്റി ബൈറ്റ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് വളരെ ധാർഷ്ട്യത്തോടു കൂടി ഉള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതെല്ലാം വെച്ച് കഴിഞ്ഞ കാലങ്ങളിലൊന്നും തൃശ്ശൂർ മണ്ഡലത്തിൽ എവിടെയും അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്കോ മറ്റൊന്നും കാണാനില്ല. ഈ പറയുന്ന രീതിയിൽ കോർപ്പറേഷൻ മേയറും മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് അറിയപ്പെടുന്ന K. രാജനും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ഒരു MP കാണാനോ അല്ലെങ്കിൽ കണ്ടുകിട്ടാൻ പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥ, അവരൊരു ദൈനംദിന ആവശ്യങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ സാധിക്കില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ.
ഇപ്പൊ ഇതില് ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ഇപ്പം തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ടാണല്ലോ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചത്. അപ്പൊ അതെ അതെ കേന്ദ്രമന്ത്രി അതെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട് വരെ നീണ്ടു നിൽക്കുന്ന, കോയമ്പത്തൂർ വരെ നീളുന്ന മെട്രോ, പിന്നെ അതുപോലെ തൃശ്ശൂരിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് കുറെ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഗോകുലം അതെ അതെ. ഇപ്പം വിലയിരുത്തുന്നത് എങ്ങനെയാ ഇത്? ഈ തൃശ്ശൂരിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സുരേഷ് ഗോപിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു വികസന പദ്ധതി തൃശ്ശൂരിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു നടപടി തുടങ്ങിയിട്ടുണ്ടോ? തൃശ്ശൂരിൽ ഇപ്പൊ ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയുടെ കൈ കൊണ്ട് വന്നിട്ടുള്ള ഒരു വികസന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂർദ് മാതാവിന് ഒരു ചെമ്പ് കൊണ്ടുള്ള ഒരു കിരീടം കിട്ടിയതാണ് ഞാൻ കാണുന്ന ഒരു വലിയ രീതിയിലുള്ള വികസനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അല്ലാതെ ഈ പറയുന്ന കോർപ്പറേഷനിലെ ഒരു മേയർ വിളിച്ചിട്ട് ഒരു കേന്ദ്ര പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ട് പോലും ഇദ്ദേഹത്തെ കിട്ടുന്നില്ല. ഒരു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അത് എന്ത് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പദ്ധതി എന്തായിരുന്നു? അത് വൈദ്യുതാലങ്കാര പദ്ധതി ആയിരുന്നു അത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് വേറൊരു പദ്ധതി, അങ്ങനെ രണ്ട് പദ്ധതികൾ ഒരുമിച്ച് ഉദ്ഘാടനം തീരുമാനിച്ചാണ് ഇദ്ദേഹത്തെ സമീപിച്ചത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് ബഹുമാനപ്പെട്ട ഈ കേന്ദ്ര സഹമന്ത്രിയെ ഇവര് ബന്ധപ്പെടാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ പറയുന്ന തൃശ്ശൂരിലെ മേയർക്കും മന്ത്രിസഭയിലെ കെ രാജനും വിളിച്ചിട്ട് കിട്ടാത്തൊരു വ്യക്തിയെ ഈ ജനങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി മുങ്ങിയത് എന്നാണ് ഗോകുല് കരുതുന്നത്? അല്ല, ഇത് കൃത്യമായിട്ട് നമുക്കറിയാലോ. കാരണം ഇപ്പം ഈ സമീപകാലങ്ങളുണ്ടായ മണിപ്പൂർ വിഷയമടക്കമുള്ള മറ്റേ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വേട്ടയാടുന്ന രീതിയിലേക്ക് BJP സർക്കാരിന്റെ നടപടികൾ മുന്നോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ BJP അനുകൂല സംഘടനകൾ RSSന്റെയും ബജറംഗ് പോലുള്ള അനുകൂല സംഘടനകൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്നെല്ലാം മറുപടി നൽകാതെ ഒളിച്ചോടാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഇതിൽ കൃത്യമായിട്ട് BJP ഈ പറയുന്ന രീതിയിലേക്ക് ക്രിസ്ത്യൻ സ്നേഹം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കണ്ണുനട്ട് തൃശ്ശൂരിൽ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ കൃത്യമായി മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കും ഇദ്ദേഹം ഈ പറയുന്ന രീതിയിലേക്ക് മണ്ഡലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോ ഈ സുരേഷ് ഗോപിയുടെ ഒപ്പമുള്ളവരെ ബന്ധപ്പെടുമ്പോ അവരെന്താ പറയുന്നത്? അവർക്ക് അറിയില്ല എന്നാണോ, അതോ വേറെ എന്തെങ്കിലും പരിപാടികളിലാണെന്നാണോ പറയാ? അല്ല, അദ്ദേഹം മറ്റേ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ, ഇദ്ദേഹത്തിന്റെ പെരിങ്ങാവിലുള്ള MP ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ വിളിച്ചു നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് പറയാം. നിലവിലിപ്പോ എവിടെയാണെന്ന് അവർക്ക് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. കൃത്യമായ ഒരു മറുപടി ഇപ്പോ MP എവിടെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ സിനിമ ഷൂട്ടിങ്ങിലാണെങ്കിൽ ഇന്ന സ്ഥലത്ത് സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്, അദ്ദേഹം വളരെ തിരക്കേറിയ ഒരു സിനിമാ നടനാണെന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അപ്പൊ സിനിമാ നടനാണെങ്കിൽ ഇവിടെയാണ്. എന്നാലും എത്ര തന്നെ സിനിമ ഈ പറയുന്ന തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി നേടി ജയിച്ചു പോയൊരു വ്യക്തി കൂടിയാണല്ലോ. അപ്പൊ ഈ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് ഇദ്ദേഹത്തെ കാണേണ്ടതും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള റെക്കമെൻഡേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഇദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് എഴുതി വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇദ്ദേഹത്തെ കാണേണ്ട കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ തന്നെ കാണണ്ടേ? ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും സുരേഷ് ഗോപി കാണിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഇല്ലില്ല, ഒരു പ്രതിബദ്ധതയും കാണിക്കുന്നില്ല. കാരണം ഈ സമീപകാലത്ത് അദ്ദേഹം ജയിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന രീതിക്ക് വലിയ രീതിയിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വേട്ടയാടുന്ന രീതിയിലേക്ക്, ഇപ്പൊ മണിപ്പൂർ ഇഷ്യൂ ആയാലും മറ്റ് പള്ളികൾ തകർക്കപ്പെടുന്ന ഇഷ്യൂ ആയാലും മറ്റുമുള്ള വിവാദകരമായിട്ടുള്ള എല്ലാ നടപടികളും നടക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ, കാരണം കൃത്യമായിട്ടൊരു മറുപടി പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇദ്ദേഹത്തിന് മുന്നിലുള്ളത്. BJPയെ പറയുന്ന രീതിയിലേക്ക് BJPയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല, എന്നാ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്താനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണല്ലോ ഇദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് എല്ലാം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മണ്ഡലത്തിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പത്രമാധ്യമങ്ങളെ കാണാതിരിക്കുക എന്നുള്ള നരേന്ദ്രമോദിയുടെ അതേ രീതിയിലുള്ള ശൈലിയാണ് ഇപ്പൊ ഇദ്ദേഹം തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തൃശ്ശൂർ മണ്ഡലത്തെ എങ്ങനെ ബാധിക്കും? തൃശ്ശൂർ മണ്ഡലം വളരെയധികം നെഗറ്റീവാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ഭാഗമാണ് ഈ പറയുന്ന പാർലമെന്റ് MP എന്നുള്ളതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് എന്നുള്ള കാര്യം. ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു MP നാട്ടിലില്ല, അല്ലെങ്കിൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കൂടി BJP നേതൃത്വം തയ്യാറാവണം. അല്ലെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് BJP അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് അല്ലല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പൊ TM പ്രതാപൻ MP ആയിരിക്കുന്ന സമയത്ത്, കോൺഗ്രസിന്റെ ജനകീയനായ MP ആയിരുന്ന TM പ്രതാപൻ MP ആയിരിക്കുന്ന സമയത്ത് DCC പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂർ അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ ജോസ് വള്ളൂർ അല്ലല്ലോ MP യുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തിയിരുന്നത്. അത് ഈ പറയുന്ന TM പ്രതാപൻ അന്ന്
24/7 ഈ പാർലമെന്റ് നടക്കുന്ന സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും MP ഓഫീസും മറ്റ് ദൈനംദിന പരിപാടികളുമായിട്ട് മണ്ഡലത്തിൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രവർത്തനമാണ് ഇദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന തൃശ്ശൂർ പാർലമെന്റിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ജനങ്ങളോട് കാണിക്കേണ്ട ഒരു പ്രതിബദ്ധത കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് നിരന്തരമായിട്ട് ഇദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു പോലീസുമായി ബന്ധപ്പെട്ട് ഒരു പരാതി നൽകാനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ഈ തികഞ്ഞ പരാജയമാണ് സുരേഷ് ഗോപി എന്നാണ് പറഞ്ഞു വരുന്നത്. തികഞ്ഞ പരാജയം എന്നല്ല, പരിപൂർണമായ പരാജയമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. കാരണം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എവിടെയാണ് അദ്ദേഹം, എന്ത് പദ്ധതിയാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്? അറ്റ്ലീസ്റ്റ് ഒരു ട്രെയിൻ കൂടുതലായിട്ട് അനുവദിക്കാൻ വേണ്ട നടപടി പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നടപടിയെങ്കിലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവണമല്ലോ. നമുക്ക് പാർലമെന്റ് MP എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിലെ പോസ്റ്ററുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. MP എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സിനിമ പോസ്റ്റർ എടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, ശരി ശരി ഗോകുലെ, താങ്ക് യു പ്രതികരിച്ചത്. ഓക്കെ.